കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ രക്ഷ നമ്മുടെ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. സെഫന്യാവിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. രക്ഷിക്കുന്ന വീരനായി സകല ശക്തികളിൽ നിന്നും, നമുക്കെതിരെയുള്ള സകല യുദ്ധങ്ങളിൽ നിന്നും രക്ഷിക്കാൻ കഴിവുള്ള ഉന്നതനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അവിടുത്തെ പ്രവൃത്തി പ്രിയ സഹോദരങ്ങളെ തീർന്നു പോയിട്ടില്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്. കഴിഞ്ഞ നാളുകളിലൊന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കൂ. എത്രയോ സങ്കടകരമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നപ്പോഴും, സംഘർഷങ്ങൾ വന്നപ്പോഴും, സാധ്യതകൾ അസ്തമിച്ചപ്പോഴും, സകലവും പ്രതികൂലമായപ്പോഴും, സാത്താൻ കോതമ്പ് പോലെ പാറ്റുമെന്ന് പറഞ്ഞപ്പോഴും, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ് നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജത്തിനായി നമുക്ക് നന്ദി പറയാനൂടെ തയ്യാറാവണം. വിശ്വാസം പോകാതിരിക്കേണ്ടതിന് അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്തില്ല. പത്രോസിനോട് പറയുകയാണ്, പലപ്പോഴും നമ്മളെ പാറ്റുവാൻ ഒക്കെ നോക്കിയ സമയങ്ങൾ നമ്മുടെ കഴിവുകൊണ്ട് നിന്നതല്ല. കർത്താവ് കൂടെ ഇറങ്ങി വന്ന് നമ്മെ പരിപാലിക്കുകയും കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ സൂക്ഷിക്കുന്നത് പോലെ അവിടുന്ന് സൂക്ഷിക്കുകയും നടത്തുകയും ചെയ്ത വിധങ്ങൾ ഓർത്താൽ എങ്ങനെ നന്ദി പറയാതിരിക്കും? നന്ദിയാൽ നമ്മുടെ ഉള്ളം ഇന്ന് പകൽ തുള്ളട്ടെ. വൻശോധന വേളയിൽ തീച്ചുളയുടെ നടുവിൽ പാട്ടുകാരൻ പാടുന്നത് പോലെ ചരത്തണഞ്ഞു വന്ന് രക്ഷിച്ച ദൈവമേ അങ്ങേക്ക് സ്തോത്രമെന്ന് പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? ഇന്ന് നടക്കുന്ന വിഷയങ്ങളെ അല്ല സഹോദരങ്ങളെ നോക്കേണ്ടത്. ഇന്നലകളിൽ നടത്തിയ ദൈവത്തിൻ്റെ കരം ഇന്നും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയുണ്ട്. പൗലോസ് പറയുന്നത് പോലെ ആവർത്തിച്ച് വീണ്ടും പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകല ഒരു ഉറപ്പ് നമ്മുടെ അകത്തുണ്ടാവണം. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? ലോകത്തിലെ ഒരു നേതാവിനെ അല്ല, വാക്ക് പറഞ്ഞിട്ട് മാറുന്ന മനുഷ്യരെ അല്ല, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരെ അല്ല, ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന, ഞാൻ മരിച്ചവനായിരുന്നാൽ എന്നേക്കും ജീവിക്കുന്ന, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് പറയുന്ന, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കാം, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ശബ്ദത്തിൻ്റെ ഉടമയായവനെയാണ് നമ്മൾ സേവിക്കാൻ ഇറങ്ങിയത്. അതുകൊണ്ട് ഭയപ്പെടാതെ മുൻപോട്ട് പോകുക. പൗലോസൊക്കെ ചോദിച്ചാൽ പറയും, കർത്താവ് തന്നോട് പൗലോസേ, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടത്, ആർക്കും നിന്നെ തടയാൻ പറ്റും. 40,000 ആൾക്കാർ പൗലോസിനെ ഒടുക്കിക്കളയും പോലെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യത്തില്ലെന്ന് ശപഥം ചെയ്തെങ്കിലും പൗലോസിനൊന്നും പറ്റിയില്ല. കാരണം പൗലോസിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കർത്താവ് ചെയ്യിപ്പിച്ചു. ഇന്നു പകലും കർത്താവ് അറിയാതെ നമുക്കൊന്നും സംഭവിക്കില്ല. കൂടിയാലോചനകളെ നിഷ്ഫലമാക്കുന്ന ഒരു ദൈവമുണ്ട്. ആലോചിക്കട്ടെ, കാര്യം പറഞ്ഞു ഉറപ്പിക്കട്ടെ, തിരുവെഴുത്ത് പറയുന്നതിനാൽ സാധ്യമാകുകയില്ല. കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഈ വചനമൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? യിരെമ്യാപ്രവചനം 10-ാം അധ്യായം 6-ാമത്തെ വാക്യം നമുക്ക് പരിചയമുള്ളതാണല്ലോ.
യഹോവേ, നിന്നോട് തുല്യനായവൻ ആരുമില്ല. നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതും ആകുന്നു. ജാതികളുടെ രാജാവേ, ആർ നിന്നെ ഭയപ്പെടാതിരിക്കും. സ്തോത്രം. ഇവിടെ പറയുന്നു, നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. അതിനു മുമ്പ് താരതമ്യം ചെയ്തിട്ട് മറ്റു ചിലതിനെ പറ്റി പറഞ്ഞിട്ടാണ് പറയുന്നത്. സംസാരിക്കാത്ത ഒത്തിരി ദൈവങ്ങൾ ലോകത്തിലുണ്ട്. അവയെ ചുമന്നുകൊണ്ട് പോകണം. അവയെ നിങ്ങൾ ഭയപ്പെടേണ്ട. അവയ്ക്കൊരു ദോഷവും ചെയ്യാൻ കഴിയത്തില്ല, ഗുണവും ചെയ്യാൻ കഴിയില്ല. യഹോവേ, നിന്നോട് തുല്യനായ ആർ. മറ്റു പല ദൈവങ്ങളും സംസാരിക്കാതിരിക്കുകയാണ്. അബ്രഹാമിന്റെ വീട്ടിൽ ഒത്തിരി ദൈവങ്ങൾ ഉണ്ടായിരുന്നു. തൻ്റെ പിതാവ് തേരഹ് ഒത്തിരി വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയായിരുന്നു. ഇത് കണ്ടിട്ടാണ് അബ്രഹാം ചെറിയ പ്രായം മുതൽ വളർന്നു വന്നത്. തൻ്റെ വീട്ടിലെ ഒറ്റ ദൈവങ്ങളും തന്നോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ തേജോമയനായ ഒരു ദൈവം തന്നോട് സംസാരിക്കാൻ തുടങ്ങി, പേര് വിളിക്കാൻ തുടങ്ങി. അബ്രഹാമേ, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടണമെന്ന് കമാൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അങ്ങനൊരു ദൈവത്തെ അബ്രഹാം മനസ്സിലാക്കിയത്. വിശ്വാസത്തിൽ താൻ സ്റ്റെപ്പ് എടുത്തു. ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. ദൈവം പറയുക, കുറെ കഴിഞ്ഞപ്പോൾ, ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണ്. സ്തോത്രം. എൻ്റെ വാക്ക് കേട്ട് സ്റ്റെപ്പ് എടുത്ത് വിശ്വാസത്തിന് വേണ്ടി നിന്ന, സാധ്യതകളെ ചോദ്യം ചെയ്യാതെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പുറപ്പെട്ടവൻ്റെ ദൈവമാണ് ഞാൻ എബ്രായരുടെ ദൈവം മറ്റൊരിടത്ത് പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. നമ്മുടെ ചിന്തയിലേക്ക് ഞാൻ വരികയാണ്. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്, തനിക്കുള്ളവയെ അറിയുന്ന ദൈവമാണ്. മറ്റു ദൈവങ്ങളൊന്നും സംസാരിക്കാതിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയുള്ളതിനെ ഭയപ്പെടേണ്ട. അതിന് ഗുണമോ ദോഷമോ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. മാത്രമല്ല, അവയെ ചുമന്നു കൊണ്ടുപോകുന്നു. 105 സങ്കീർത്തനം വായിക്കുമ്പോൾ, അവ നടക്കുന്നില്ല, സംസാരിക്കുന്നില്ല, കണ്ണുണ്ട് കാണുന്നില്ല, ചെവിയുണ്ട് കേൾക്കുന്നില്ല. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമല്ല. അവിടുന്ന് സംസാരിക്കുന്ന ദൈവമാണ്, നമ്മെ ചുമക്കുന്ന ദൈവമാണ്. വാർദ്ധക്യവും നരയുമുള്ള കാലത്തും, ബലം ക്ഷയിക്കുമ്പോഴും, മുൻപോട്ട് പോകാൻ പറ്റാത്തപ്പോഴും, കൂരുള്ളു വരുമ്പോഴും, ഇനി എന്ത് ചെയ്യണം, എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴും നിന്നെ ചുമക്കുന്ന, ചുമന്ന് വിടുവിക്കുന്ന, എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന, 40 വർഷം തൻ്റെ ജനത്തെ മരുഭൂമിയിൽ വഹിച്ച, അവരെ സഹിച്ച ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തെ ആരും ചുമക്കണ്ട പ്രിയ സഹോദരങ്ങളെ. നമ്മളെയും നമ്മുടെ വിഷയങ്ങളെയും അതുകൊണ്ടാണ് നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, അവൻ നിന്റെ ഭാരങ്ങളെ ചുമക്കും. എടുത്തു മാറ്റി സക്ഷാരോഗങ്ങളെ വഹിച്ച, വേദനകളെ ചുമന്ന് അടിപ്പിണറിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. ചുമക്കുന്ന ഒരു ദൈവം, വഹിക്കുന്ന ഒരു ദൈവം, സംസാരിക്കുന്ന ഒരു ദൈവം, ഇടപെടുന്ന ഒരു ദൈവം, സൗഖ്യമാക്കുന്ന ഒരു ദൈവം. ഞാനാകുന്നവൻ ഞാനാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ നമ്മുടെ ദൈവമാണ്. അവിടുത്തേക്ക് തുല്യനായി ആരുമില്ല. അതുതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യഹോവേ, അങ്ങയോട് തുല്യനായി ആരുമില്ല, തുലനം ചെയ്യാൻ മറ്റൊരു ദൈവമില്ല. സകല ദേവന്മാർക്കും ഇത് മഹാരാജാവ്. നിർമ്മിക്കുന്ന ദൈവം ആകാശത്തെയും ഭൂമിയും ഒക്കെ അവിടുത്തെ വായിലെ വചനങ്ങൾ കൊണ്ടുണ്ടാക്കി. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ദൈവം. അതുകൊണ്ട് അബ്രഹാം ഒരു പ്രസ്താവന പറഞ്ഞു, തൻ്റെ ശരീരം നിർജ്ജീവമാണ്, സാറയുടെ ഗർഭപാത്രവും നിർജ്ജീവമാണ്. പക്ഷേ താൻ സേവിക്കുന്ന, തന്നോട് സംസാരിച്ച ദൈവം ആരാന്നറിയാമോ? മരിച്ചവരെ ജീവിപ്പിക്കുന്ന.
എന്നുവെച്ചാൽ നിർജ്ജീവമായതിനെ ജീവിപ്പിക്കുന്ന, ഇനി അവിടെ ഇല്ലാത്ത സംഭവമാണ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കാൻ കഴിവുള്ള ഒരു ദൈവം. വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തിന് ആമേൻ പറയൂ. ആ ദൈവത്തോട് തുല്യനായവൻ ആരുമില്ല. നീ വലിയ ദൈവമാണ്. നിന്റെ നാമം ബലമേറിയ നാമം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്. ഈ നാമത്തിന്റെ ശക്തിയിൽ ലോകം കിടങ്ങും, പിശാചുക്കൾ വിറയ്ക്കും. ഒരു ദുഷ്ടശക്തിക്കും ആ നാമത്തിന്റെ ശക്തിയുടെ അടുത്ത് വരാൻ പറ്റില്ല. ഇന്ന് പകൽ ആ നാമത്തിൽ നമുക്ക് വിടുതലുണ്ട്, ആ നാമത്തിൽ സൗഖ്യമുണ്ട്. ആ നാമത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറകളിൽ ആ നാമത്തിന്റെ പവർ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ മൂടന്തർ മാനിനെ പോലെ കുതിക്കുന്ന യേശുവിന്റെ നാമം, ചെകിടറ ചെവി തുറക്കുന്ന, ഉമർ ശരിയായി സംസാരിക്കുന്ന, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്ന, ലാസറിനെ ഉയർപ്പിച്ച, ലാസറെ പുറത്തു വരാൻ പറഞ്ഞ ആ കമാൻഡിന്റെ പുറത്ത് 4 ദിവസമായത് പുറത്തു കൊണ്ടുവന്ന ആ നാമം, യേശുവിൻ്റെ നാമം ഇന്ന് പകൽ മഹിമയോടെ മുഴങ്ങുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. മരുഭൂമിയിലെന്ന പോലെ തൻ്റെ ജനത്തെ ആഴിയിലൂടെ നടത്തിയ എൻ്റെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. ഹല്ലേലൂയ. അവരുടെ വസ്ത്രം പഴകിപ്പോയില്ല. 40 വർഷം. ഒരു വയസ്സുള്ള ഒരു പയ്യൻ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി 40 വർഷമായപ്പോഴും അവൻ്റെ വസ്ത്രം ജീർണിച്ചില്ല. അവൻ വളരും തോറും അവൻ്റെ വസ്ത്രവും വളർത്തിക്കൊണ്ടിരുന്നു. ഇതാ ദൈവത്തിൻ്റെ പദ്ധതി കേട്ടോ. കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. നമ്മൾ ചിലപ്പോൾ 1 വർഷമോ 2 വർഷമൊക്കെ ഒരു ചെരുപ്പ് നിൽക്കുകയുള്ളൂ. എത്ര സൂക്ഷിച്ചു ചിലപ്പോൾ 4 വർഷം നിൽക്കും. പക്ഷേ 40 വർഷവും ആ ചെരുപ്പ് തേഞ്ഞില്ല, ജീർണിച്ചില്ല. നോക്കൂ, ഒരു വയസ്സുള്ള ഒരു കുഞ്ഞ് ഒരു ചെറിയ ഷൂ ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയതെങ്കിൽ അവൻ വളരും തോറും, അവൻ്റെ കാല് വളരും തോറും അവൻ്റെ ചെരുപ്പും ദൈവം വളർത്തിക്കൊണ്ട് ഇന്ന് പകൽ നമ്മുടെ ദൈവം എത്ര ശ്രേഷ്ഠനായ ദൈവമാണ്. ഇന്ന് പോലെ ആ ദൈവത്തിന് മഹത്വം കരേറ്റു. അവിടുത്തെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിക്കുന്ന പറ, എൻ്റെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ള ബലമുള്ള ദൈവം, നീട്ടിയ ഭുജം കൊണ്ട് തൻ്റെ ജനത്തെ നടത്തിയ ദൈവം, ശക്തീകരിക്കുന്ന ദൈവം, താങ്ങുന്ന ദൈവം, ഉദ്ധരിക്കുന്ന ദൈവം, പണിയുന്ന ദൈവം, സംസാരിക്കുന്ന ദൈവം, ആജ്ഞ ഇന്ന് പകൽ നമ്മളെ കേൾപ്പിക്കുന്ന ദൈവം, മുൻപോട്ട് പോകാൻ കമാൻഡ് ചെയ്യിപ്പിക്കുന്ന ദൈവം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, അങ്ങയുടെ വലിയ ശക്തിക്കായി സ്തോത്രം. ഹോവയ്ക്കും അവിടുത്തെ മഹത്വത്തിനും തുല്യമായി മറ്റൊന്നുമില്ല പിതാവേ. ഇന്ന് പകൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അരമുറുക്കണമേ. അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ നയിക്കണമേ. അങ്ങയുടെ വാക്കുകൾ ഇന്ന് പകലും ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യമായി, ഞങ്ങളുടെ തലമുറകൾ വിടുവിക്കപ്പെടാൻ, ആത്മാവിൽ ഞങ്ങൾ ശക്തിയോടെ സഞ്ചരിപ്പാൻ ഇന്ന് ഇടയാക്കുന്നതിനായി സ്തോത്രം. വലിയ മുറുക്കൾ അങ്ങ് ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, എൻ്റെ കർത്താവിൻ്റെ നാമം വലിയ നാമമാണ്, ഉന്നതമായ നാമമാണ്, ഉയർന്നിരിക്കുന്ന നാമമാണ്. എൻ്റെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം ചുമക്കുന്ന ദൈവമാണ്, ശക്തി നൽകുന്ന ദൈവമാണ്. ഈ വചനത്താൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.